ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ തമിഴ്നാടുള്ള ബോഡി വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി ബോഡി കെട്ടാനായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 3ാമത്തെ ദിവസമാണ്. ആദ്യ ദിവസം നമ്മളിവിടെ വണ്ടി ഇട്ടു, വേറെ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ വണ്ടി വാഷ് ചെയ്ത് കൊണ്ടിട്ടു ബോഡി പണി തുടങ്ങാനായിട്ട്. കഴിഞ്ഞ ദിവസം തന്നെ ചാനലിലും വന്നു. നമ്മുടെ മെയിൻ കട്ടയ്ക്കുള്ളതും അല്ലെങ്കിൽ ക്രോസ് കട്ടയ്ക്കുള്ളതും പുറം ചട്ട ചെയ്യാനായിട്ടുള്ളതും എല്ലാ ചാനലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കത് പണി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ തുടങ്ങിയിട്ടില്ല. പുറം ചട്ട ഇന്ന് വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതെന്നൊക്കെ നമ്മുടെ മാരാൻ്റെ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്. അത് ഇന്ന് പെയിൻറ്റിങ് പണി തുടങ്ങുകയാണ്. അതായത് ഇനി 2 ദിവസം കൊണ്ട് പെയിൻറ്റിങ് പണി തീർത്ത് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മുടെ മാരാർ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാരാൻ്റെ വണ്ടിയിലെ പെയിൻറ്റിങ് പണി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബോഡിക്ക് അകത്തോട്ടാണ് അടിക്കുന്നത്. വാട്ടർ പ്രൂഫ് റെഡ് ഓക്സൈഡ് പെയിൻ്റാണ് അടിക്കുന്നത്. ബോഡിയിൽ സ്റ്റീലായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ അടിക്കുന്നുള്ളൂ, അകത്ത് വേറെ പലകിലൊന്നും പെയിൻറ്റ് അടിക്കുന്നില്ല. അപ്പോൾ മാരാൻ്റെ വണ്ടിയിൽ പെയിൻറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് റെഡ് ഓക്സൈഡ് അടിച്ചിട്ട് താഴെ ഇറങ്ങിയിട്ട് ചേസിൽ ബ്ലാക്ക് വരുന്ന എല്ലാ ഭാഗത്തും ബ്ലാക്ക് അടിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പെയിൻറ്റിങ് വർക്കെല്ലാം നടക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ എയർ എടുത്തിട്ടാണ്. ആ ഒരു എയറിൻ്റെ കണക്ഷൻ വരുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേക്ക് അണ്ണ ഇവിടെ വയർ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, നോക്കി നമ്മുടെ അണ്ണൻ കൊണ്ടുവന്ന പെയിൻ്റർ അണ്ണൻ കൊണ്ടുവന്ന ഹോസ് ഈ ഒരു പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്ട് ചെയ്ത ശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ് കിട്ടിയേക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കിട്ടുമ്പോഴത്തേക്കും എയർ ടാങ്കിൽ എയർ കയറിക്കൊണ്ടിരിക്കും. ആ എയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ പെയിൻറ്റർ ആരുടെ കയ്യിലും കംപ്രസർ ഇല്ല, ഒരു വർക്ക്ഷോപ്പിലും കംപ്രസർ ഇല്ല. പെയിൻറ്റർ പുറത്തുനിന്നാണ് വരുന്നത്. പെയിൻറ്റ് പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും പെയിൻറ്റിങ് അടിക്കാനുള്ള ഹോസും സ്പ്രേ ചെയ്യുന്ന ആ ഒരു മെഷീൻ മാത്രമേ കാണത്തുള്ളൂ. അത് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിലിട്ടാക്കി, എന്നിട്ടാണ് പെയിൻ്റ് അടി തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പെയിൻറ്റിങ് മെത്തേഡ്. പെയിൻറ്റർ അണ്ണൻ്റെ പേര് ദിനകർ എന്നാണ്. ദിനകർ അണ്ണൻ ഇപ്പോൾ ചേസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ചേസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് നമ്മുടെ ബോഡിക്കകത്ത് റെഡ് ഓക്സൈഡ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേസിൽ ബ്ലാക്ക് അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി വൈറ്റിലോട്ട് കയറത്തുള്ളൂ എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. ആ ഒരു രീതിയിലാണ് പെയിൻറ്റിങ് നടക്കുന്നത്. പെയിൻറ്റിങ് എല്ലാം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും തീർത്ത് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ഉൾപ്പെടെ എല്ലാം ഇന്ന് അടിച്ച് തീർക്കും. പിന്നെ നാളെ ചെറിയ ടച്ചപ്പൊക്കെ കാണും. നാളെ വണ്ടി ഇറങ്ങിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടച്ചപ്പൊക്കെ ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. അതെന്നൊക്കെ നമ്മുടെ വണ്ടിയുടെ കിച്ചൺ ബോക്സാണ് ഇരിക്കുന്നത്. 4x2 സൈസാണ് കിച്ചൺ ബോക്സ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാനായിട്ട് ഈ സൈഡിൽ തന്നെ മാറ്റി വെച്ചതാണ്. വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഊരിക്കൊണ്ട് വന്നതാണ്. ഈ സൈഡിൽ നമ്മുടെ കേജിയർ ഇരിപ്പുണ്ട്. കേജിയർ നമ്മൾ ചെറിയൊരു കസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. സാധാരണ മോഡലല്ല, നമ്മൾ കുറച്ച് പറഞ്ഞ് നമ്മുടേതായ രീതിയിൽ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്ത ഒരു രീതിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാനായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ചുമന്ന് നമ്മൾ കൊണ്ടുവച്ചതാണ് ഈ വീപ്പയ്ക്ക് മുകളിലോട്ട്. അതിനൊക്കെ എന്താ നമുക്ക് എൻ്റെ വണ്ടിയുടെ ചാനലാണ് ഈ വന്ന് കിടക്കുന്നത്. പുറം പട്ടയ്ക്കുള്ളതും അതിനൊക്കെ മെയിൻ കട്ടയ്ക്കുള്ളതും ക്രോസ് കട്ടയ്ക്കുള്ള ചാനലാണ് ഈ വന്ന് കിടക്കുന്നത്. ഇന്നലത്തെ ദിവസം കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ പണി ഇതുമായിട്ട് തുടങ്ങിയിട്ടില്ല. എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് വണ്ടിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തിരക്കിലാണ് എല്ലാവരും. ഇന്ന് തന്നെ പക്ഷേ എനിക്ക് പുറം ചട്ടം അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയാവാറായി. എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു ഫോഴ്സിൻ്റെ 3 വീൽ ഓട്ടോ വന്ന് കിടപ്പുണ്ട് കേട്ടോ. നല്ല ലുക്കാണ് കേട്ടോ, പഴയ വിൻറ്റേജ് ലുക്കിലുള്ള ഒരു ഓട്ടോയാണ് കേട്ടോ. വളരെ റെയറായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകും. നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു. തിരിച്ച് വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. പോയിട്ട് തിരിച്ച് വരും. 2-3 വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം, കൂടെ ഒന്ന് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് മെത്തേഡ് എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ 3 വീൽ ഓട്ടോ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓക്കെ, ഇത് പിടിച്ചെടുത്ത് ഇത് ഓക്കെ, ഇത് അവിടെയാണ് ചാവി. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ചെറിയൊരു ട്രിപ്പ് ഗേറ്റിൻ്റെ അപ്പുറം വരെ ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ തോന്നി. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു മെത്തേഡ് നോക്കണം. ഇത് ഇവിടെ സ്റ്റിയറിങ് തിരിക്കുമ്പോഴത്തേക്കും ഒരു പൈപ്പും അത് കണക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. അവിടെ ഗ്രിപ്പ് വരുന്നുണ്ട്, അതായത് ടീത്ത് കണക്ക് വരുന്നുണ്ട്. അതനുസരിച്ച് ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. ഇത് 3 വീലാണല്ലോ. അപ്പോൾ 3 വീലാകുമ്പോൾ ഫ്രണ്ടിൽ ഒരു വീലേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഉച്ചവരെ പണിയുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചേസിൽ ഒന്നും ഇന്ന് പണി നടന്നിട്ടില്ല. പുറംചട്ടം കയറുമെന്നാണ് വിചാരിച്ചത്, അത് നടന്നില്ല. അപ്പോൾ നാളെ രാവിലെ 6-7 മണിയാകുമ്പോൾ പണി തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ
ഈ സൈഡ് ലെഫ്റ്റ് സൈഡാണ് സ്റ്റെപ്പിന് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിന് ഊരിയിട്ട് നമ്മൾ വലത് സൈഡ് വെക്കാൻ പോകുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇടത് സൈഡ് കിച്ചൺ ബോക്സ് അടിക്കാൻ കുറച്ചും കൂടെയൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്റ്റെപ്പിന് ഊരാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം വിചാരിച്ചിട്ട് ഒരു കാര്യം നടന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. പണിക്കാർ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പണി നടത്തി ഇറങ്ങി. എൻ്റെ വണ്ടിയിൽ ഒന്നും ചെയ്തില്ല ഇന്നും. അപ്പോൾ നാളെ തിങ്കളാഴ്ച ദിവസം ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റെപ്പിന് ഊരി മറ്റേ സൈഡിൽ വയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ ടൂൾസ് ഇല്ല. അപ്പോൾ വർക്ക്ഷോപ്പിലെ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്ലാൻ ചെയ്ത സമയത്ത് എല്ലാവരും ജോലി നിർത്തി ഇറങ്ങി. അപ്പോൾ അവർ ടൂൾ ബോക്സൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് ടൂളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും ക്യാൻസലായി. അപ്പോൾ ഞാൻ ഇനി നേരെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ലോഡ്ജിലോട്ട് പോവുകയാണ്. ഞാൻ താമസിക്കുന്ന ലോഡ്ജിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ലോഡ്ജിലോട്ട് പോയ ഞാൻ തിരിച്ച് തിങ്കളാഴ്ച വൈകുന്നേരമാണ് വർക്ക്ഷോപ്പിലോട്ട് വരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് എനിക്ക് സെറ്റായിട്ടില്ല. നല്ലതുപോലെ വയറിളക്കവും ഛർദിലൊക്കെ ഉണ്ടായി. എണീക്കാൻ വയ്യാതെ കിടക്കുകയെന്ന്. എന്നാലും വന്ന് നോക്കണമല്ലോ, നമ്മുടെ പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പുറം ചട്ടം വെച്ചിരിക്കുകയാണ്. അങ്ങനെ 1 സൈഡ് 4 ചാനൽ, ആ സൈഡ് 4 ചാനൽ, അങ്ങനെ 8 ചാനൽ പീസ് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ മെയിൻ ചാനൽ ചേച്ചിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് അതിന് സപ്പോർട്ടായിട്ടാണ് ഈ ഒരു ചാനൽ വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പിന് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല. ആരോഗ്യം മോശമാണ്. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം ഇപ്പോൾ ഒരു 5 മണിയായി. കുറച്ച് മുമ്പ് വരെ ഛർദ്ദിച്ചപ്പോഴും ഇന്നലെ കഴിച്ചത് അതേ കണക്ക് പോകുന്നുണ്ടായിരുന്നു. ദഹിച്ചിട്ടില്ല. എന്താണ് സംഭവം എന്നറിയാൻ വയ്യ. ഇന്ന് മൊത്തം ORS കുടിച്ചിട്ടാണ് നിന്നത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ മറ്റൊരു നാട്ടിൽ പോകുമ്പോഴേ നമുക്ക് ഫുഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിജീഷ് ചേട്ടൻ കണ്ണൂരുള്ള സ്വദേശിയാണ്. ചേട്ടൻ്റെ വണ്ടി ഇന്നിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കൂടെ കുറേ നാളൊക്കെ ഉണ്ടായിരുന്നു ഒരുമിച്ച്. അത് എന്താ പറയുക, സന്തോഷമില്ലേ? അപ്പോൾ അണ്ണൻ്റെ വണ്ടി ഇതാണ് ലൈലാൻഡ് കെട്ടുകേബിനാണ്, 12 വീലാണ്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇന്നലെ പെയിൻറ്റിങ് ടച്ചിങ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. നെയിം ബോർഡ് മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഗ്ലാസും വയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഇന്നെല്ലാം കഴിഞ്ഞു. AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ഇന്ന് പൂജ ഉണ്ടാവില്ലേ? പൂജ കഴിഞ്ഞിട്ട് അണ്ണൻ തിരിച്ച് നാട്ടിലോട്ട് വണ്ടി കൊണ്ടുപോവുകയാണ്. നമ്മുടെ മാരാർ ഇവിടെ കിടപ്പുണ്ട്. മാരാരും ഇന്ന് തന്നെ കൊണ്ടുപോകും. കാരണം എല്ലാ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പെയിൻറ്റിങ് വൈറ്റ് ഫുൾ അടിച്ചിട്ടുണ്ടെങ്കിലും ഇന്നതാ നമുക്ക് സൈഡിലുള്ള കളർ കോഡും അതൊക്കെ ചെറിയ ടച്ചപ്പുകളൊക്കെ ചെയ്ത് ഒരു ചെറിയ ഭംഗിക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടയറിൽ ആ ഒരു സെൻറ്റർ പോയിന്റിൽ ഒരു കളറ്, ഈ സൈഡിൽ പല കളറ്, ഗാർഡ് കളറ്, നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഇത്. ഇന്നലെ നോൺ വെജ് കഴിച്ചായിരുന്നു. വിചാരിച്ചില്ല, പക്ഷേ എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട് ആ സമയത്ത്. അതുകൊണ്ടാണ് കഴിച്ചത്. ഞാൻ സാധാരണ അങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്ക് നോൺ വെജ് കഴിക്കാതെ, കേരളം വിട്ട് കഴിഞ്ഞാൽ ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. എന്തായാലും അട്ടപ്പള്ളി. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലോഡ്ജിൽ പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ തല ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ മാരാൻ്റെ വണ്ടിയുടെ കേരിയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. ഇലക്ട്രിക്കൽ വർക്ക് തീർന്നായതാ? വരണമല്ല. അപ്പോൾ ഇനി ഇലക്ട്രീഷ്യനും കൂടെ വരാണ്ട് ചെറിയ രീതിക്ക് ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പൂജ ചെയ്ത് പുറത്തോട്ട് ഇറക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. 2 വണ്ടി ഇന്നത്തെ ഒരു ദിവസം ഇറങ്ങുകയാണ്. നമ്മൾ വിജീഷണ്ണൻ്റെയും മാരാൻ്റെയും. എൻ്റെ വണ്ടി ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പണി. അപ്പോൾ എല്ലാം ഓക്കെ ആയി തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഇനി പണി നടക്കുമെന്നാണ് പറഞ്ഞത്. 2 ദിവസം ഒന്നും ചെയ്തില്ല. കാരണം സാധനങ്ങൾ വരാനുള്ളത് കൊണ്ടും കുറച്ച് പണി ഇവിടെ ഉള്ളത് കൊണ്ടും നടന്നില്ല. ഏറെക്കുറെ 25 ദിവസമാണ് നമ്മുടെ ഈ പണി തീർത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ചെയ്ത് തരാൻ പറയാം. എത്രയും പെട്ടെന്ന് ചെയ്താൽ നമുക്ക് അത്രയും നല്ലത്. കാരണം ഓരോ ദിവസം കഴിയും തോറും നമുക്ക് CC അടയ്ക്കാനുള്ള ഡേറ്റ് അടുത്ത് വരികയാണ്. ഈ വണ്ടി ഓടിയിട്ട് വേണം CC അടച്ച് തുടങ്ങാൻ. എന്തായാലും ആദ്യത്തെ ഒരു മാസം മിക്കവാറും കയ്യിൽ നിന്ന് വയ്ക്കേണ്ടി വരും, അങ്ങനെയാണ് തോന്നുന്നത്. നോക്കട്ടെ. എന്തായാലും സംസാരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഇന്നലെ എങ്ങനെ അടിച്ച് പൊളിച്ച് പോയതാണ് ഞാൻ. ഇന്ന് മൊത്തം പൊളിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാരാൻ്റെ വണ്ടി ഇന്ന് ഇറങ്ങിയാണ്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായി.
ഞാൻ റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വന്ന് ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുശേഷം നമ്മൾ ഇവിടുന്ന് വണ്ടി ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ മറ്റൊരു വണ്ടിയും കൂടെ ഉണ്ട്. അത് ഇവിടെ പുറത്തോട്ട് പോയേക്കാണ് വളയ്ക്കാനായിട്ട്, ഫ്രണ്ട് കയറ്റി ഇടാനായിട്ട്. അതായത് ഫ്രണ്ട് ഇങ്ങോട്ട് നോക്കി കയറ്റി ഇടാനായിട്ട് പുറത്തോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ വന്നിട്ട് ഒരുമിച്ച് പൂജ ചെയ്യും അല്ലേ? ഒരുമിച്ച് പൂജ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് വണ്ടി ഇറക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി ഇറങ്ങുകയാണ്, ഒരു വണ്ടി ഇവിടെ കിടക്കുകയാണ്. ഏകദേശം ഒരു 20 ദിവസം 25 ദിവസം ഇനിയും പ്രതീക്ഷിക്കാം ബോഡി കെട്ടി ഇറങ്ങാനായിട്ട്. എന്തായാലും ഞാനും കൂടെ പോവുകയാണ്. മാരാൻ്റെ വണ്ടിയോടൊപ്പം നാട്ടിലോട്ട് പോവുകയാണ്. ഒരാഴ്ച നാട്ടിലുണ്ടാവും. കാര്യം മോളുടെ നൂലുകെട്ട് ചടങ്ങ് വരെയാണ്. അപ്പോൾ അതിൻ്റെയോടൊപ്പം ചെറിയ കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനാണ് വിചാരിക്കുന്നത്. ആരാണ് സ്റ്റിക്കർ ഒട്ടിക്കത്തേ ഉള്ളൂ. ഇത് ഗ്രാഫിക്സ് സ്റ്റിക്കറാണ് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നത്. അണ്ണൻ്റെ വണ്ടിയുടെ പേര് ശ്രീ ഗണേഷ് എന്നാണല്ലേ? ശ്രീ ഗണേഷ് മാരാർ. 2 വണ്ടിയിൽ നാരങ്ങയൊക്കെ വെച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ടച്ചപ്പിനായിട്ട് നമ്മളെ തിലകരണ്ണായി. അപ്പോൾ നമ്മുടെ വിജീഷ് അണ്ണൻ്റെ വണ്ടിയുടെ പൂജ തുടങ്ങി. എല്ലാം നല്ലതുപോലെ നടക്കട്ടെ, സന്തോഷത്തോടെ ഇറങ്ങട്ടെ. വിജീഷ് അണ്ണ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നീ വന്നോണ്ടാണ് എൻ്റെ മാരാറിൻ്റെ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അതെ. അപ്പോൾ നമ്മൾ കുറേ നാളെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇനി നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, പുതിയ വണ്ടികളായിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. വളരെ സന്തോഷത്തോടെ നിമിഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത് എല്ലാവരും. രതീഷണ്ണൻ ചാവി വാങ്ങിയാണ്. ഭവാനെ വീട്ടിൽ ഫോൺ വിളിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടാ. വീഡിയോ കോളിൽ ചാവി അടിക്കുന്നത്. ഇപ്പോൾ വിജീഷ് അണ്ണൻ്റെ ശ്രീ ഗണേഷ് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, വിജീഷ് അണ്ണൻ വണ്ടി എടുക്കാനും പോവുകയാണ്. വണ്ടി എടുത്ത് ഇതാ പോണം നമ്മുടെ ശ്രീ ഗണേഷ്. ഇപ്പം നമ്മുടെ വിജീഷ് അണ്ണൻ്റെ വണ്ടി ഇറങ്ങുകയാണ്. അടുത്ത നമ്മുടെ മാരാൻ്റെ വാഹന പൂജയാണ്. പൂജ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ബോഡി പണി ചെയ്ത് കിട്ടാൻ വേണ്ടി കാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമായി. പൂജ കഴിഞ്ഞ് മാരാൻ്റെ വണ്ടി ചാവി വാങ്ങുന്നത് ഞാനാണ്. അത് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് അതിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ മുത്തുണ്ണൻ വർക്ക്ഷോപ്പാണ്. നമുക്കൊല്ലുള്ള വേൽമുരുകയിലാണ് നമ്മൾ ബോഡി പണിഞ്ഞത്. അപ്പോൾ നല്ല വർക്കാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. എന്ത് വേണമെങ്കിലും നമുക്കത് മാറ്റി ചെയ്യാനും പറ്റും. கொஞ்சம் அப்படி நில்லுங்க, அப்படி நில்லுங்க. അത്യാവശ്യമാണ്. ഓ, താങ്ക് യു, സന്തോഷം. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി ഇറങ്ങിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ല ഓട്ടങ്ങൾ ഒരുപാട് കിട്ടണം. ലോണ് ചെന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മൾ നേരെ നാട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, ഫസ്റ്റ് ലോഡ് എടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് പൂജ കഴിഞ്ഞ് ബോഡി കെട്ടിയ വണ്ടി ഞാൻ ഇറക്കുന്നത്. അത് മാരാൻ്റെ വണ്ടിയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത മാസം നമ്മൾ വണ്ടി ഇറങ്ങിയാണ്. അതിൻ്റെ കൂടുതൽ വീഡിയോയൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും വർക്ക്ഷോപ്പിലോട്ട് വരാനുണ്ട്. നാട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.
ഓക്കെ എല്ലാവരുടെ സപ്പോർട്ടാണ് ഇനി സന്തോഷം.